ആരാണ് മലയാളിക്ക് MT? മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, ദേശഭാഷാതിർത്തികളെ ഭേദിച്ച അതുല്യ പ്രതിഭ, മലയാളിയെ സദാ ഗൃഹാതുരനാക്കുന്ന ജനപ്രിയ എഴുത്തുകാരൻ, കാലത്തെ അതിജയിച്ച സംവിധായകൻ, പ്രിയങ്കരനായ തിരക്കഥാകൃത്ത്, മഹാനായ പത്രാധിപർ, പിന്നെ വേണമെങ്കിൽ പ്രഭാഷകനായും നമുക്ക് MTയെ വിശേഷിപ്പിക്കാം. ഇതെല്ലാം പറഞ്ഞു തീരുമ്പോഴും ഇതൊക്കെ മാത്രമാണോ നമുക്ക് MT എന്ന ഒരു ചോദ്യം ഉയരും. എല്ലാ വിശേഷണങ്ങളുടെയും വ്യോമാതിർത്തികളെ ഭേദിക്കുന്ന അതുല്യനായ മനുഷ്യനായിരുന്നു MT. കാൽപ്പനിക ദാർശനികതയുടെ കാലഹരണപ്പെടാത്ത നായക സങ്കല്പമാണ് മലയാളിക്ക് MT. MTയുടെ ആരാധകൻ അല്ല എന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന ചിലരുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആനന്ദിനെയും OV വിജയനെയും ഒക്കെ വായിക്കണമെങ്കിൽ MTയെ മറികടക്കണമായിരുന്നു. MTയെ ഒപ്പം കൂട്ടാതെ ഒരു വിശ്വസാഹിത്യ പ്രതിഭയെയും വായിക്കാൻ മലയാളിക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏത് മഹാനായ എഴുത്തുകാരനെ വായിക്കുമ്പോഴും ഏതു കഥാസന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോഴും MTയുടെ ഏതൊക്കെയോ കഥാപാത്രങ്ങൾ ഏതോ മഞ്ഞു കണികയിൽ മറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയാത്ത മലയാളി ഉണ്ടാകുമോ? കഥകൾ അവശേഷിപ്പിച്ചു പോയ MT കഥാവശേഷനായി എന്ന് എഴുതപ്പെടുമോ? ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്സും ജരാനരകളും എപ്പോഴെങ്കിലും ഒരു MTN കഥാപാത്രമായി മാറാത്ത മലയാളിയുണ്ടോ? കാൽപ്പനികനാകുമ്പോഴും രോഷാകുലനാകുമ്പോഴും കലാപകാരിയാകുമ്പോഴും പ്രതികാരദാഹിയാകുമ്പോഴും പിന്നെ ഭ്രാന്തനും കാമുകനുമാകുമ്പോഴും എവിടെയോ നമ്മൾ MTയായി മാറുന്നു. ഒരു എഴുത്തുകാരൻ അക്ഷരാർത്ഥത്തിൽ ഒരു ജനതയുടെ വൈകാരിക പ്രപഞ്ചത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫായി മാറിയ അത്ഭുതമാണ് MT. നവോത്ഥാനത്തിൻ്റെ ബാക്കിയാകുന്ന ഉദ്ബുദ്ധ പ്രപഞ്ചത്തെ പരിപോഷിപ്പിച്ച ഹൃദയപക്ഷ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ വക്താവ് കൂടിയാണ് പലപ്പോഴും MT. അത് വിവിധ രാഷ്ട്രീയ മുഹൂർത്തങ്ങളിൽ നാം കണ്ടിട്ടുമുണ്ട്. MT, താങ്കൾ ഞങ്ങൾ തന്നെയാണ്. വാക്ക് ബാക്കിയാകുമ്പോൾ. MTയെ അനുസ്മരിച്ച് ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുന്നു.